മോർണിംഗ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരമുള്ള ഒരു വീഡിയോ, അതായത് ഇഫ്താറും കൂടിയല്ല, അതും ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഇപ്പോൾ സമയം രാവിലെ 4:30. അപ്പോൾ നമുക്ക് അത്താഴം കഴിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ബ്രഷ് ചെയ്യണം. അപ്പോൾ ഞാൻ കഴിച്ച ഗൈസ് നമുക്ക് ബ്രഷ് ചെയ്യാം. അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്തിട്ട് കാണാട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത്താഴം കഴിക്കണം, എന്നിട്ട് നിസ്കരിക്കണം, കിടന്നുറങ്ങണം. ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അത്താഴം കഴിക്കണം. അപ്പോൾ അത്താഴത്തിന് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാണ്. നമുക്ക് ബീഫ് കറി ഉണ്ട്, പിന്നെ പത്തിരി ഉണ്ട്, പിന്നെ പാൽ ചായ ഉണ്ട്. അപ്പോൾ നമുക്കിനി അത്താഴം കഴിക്കാം. അത്താഴം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കഴിക്കട്ടെ കേട്ടോ. കഴിഞ്ഞു. സമയം 5 മണിയാവുന്നില്ലേ, 4:45. ഫുഡ് കഴിച്ചു. നമുക്ക് വെള്ളം കുടിക്കണ്ടേ, നമുക്ക് ഒരു ഗ്ലാസ് തണുത്തന്നു. അപ്പോൾ ഗായ്സ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ കിടന്നതായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ നമ്മളിത് റെഡിയായി നീട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് റെഡിയാക്കണം. ഞാൻ എൻ്റെ ബെഡ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ബെഡും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു യാത്ര. അപ്പോൾ ഗൈസ് ഞങ്ങളെ അമ്മമ്മേൻ്റെ വീട്ടിൽ. അപ്പോൾ ഞങ്ങളെ ചിക്കുവാണ് ഗൈസ്. അപ്പോൾ ഇപ്പം വന്നപ്പോൾ ഇവൻ്റെ ദേഹത്ത് നിന്ന് ഇറങ്ങണേയില്ല. അപ്പം അങ്ങനെ. അപ്പം നമുക്ക് ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. അപ്പോൾ അവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി പോകുമ്പോൾ കാണാം. പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ സമയം 8 മണി ആവുള്ളൂ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം, നേരത്തെ തന്നെ പോവാണ്. നേരത്തെ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം പോയി കുളിക്കാമെന്ന്. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് കാണാം കേട്ടോ. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റണം. മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ റെഡിയായി. നമ്മൾ സ്കേർട്ടും പിന്നെ ഇങ്ങനത്തെ ഒരു ക്രോപ്പാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ഹെയർ സെറ്റ് ചെയ്യണം. മേക്കപ്പ് ഇല്ല, നോമ്പല്ലേ, അപ്പോൾ നമ്മൾ മേക്കപ്പ് ഇല്ല. റെഡിയാവലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ട താമസം കാര്യങ്ങളൊക്കെ ഉള്ളൂ. കയ്യിൽ വാച്ചൊന്നും ഇട്ടിട്ടില്ല കൈസ, അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ കമ്മലും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ബസ് അത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോകുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് ഗായ്സ് പോകുന്നത്. അപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഉമ്മമ്മാൻ്റെ വീട്. നമ്മൾ ഉമ്മമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ നിന്നാണ്. ഓക്കെ, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാം. എൻ്റെ വീഡിയോ ഷെയ്ക്കാവില്ല ഗൈസ്. അതായത് എൻ്റെ ക്യാമറമാൻ എൻ്റെ കസിനാണ് റിൻഷ. അപ്പോൾ അവളാണ് എനിക്ക് ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നത്. ഞങ്ങൾ ഇനി നാളെയാണ് ഗൈസ് ഇവിടുന്ന് പോവുക. അപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ ഗൈസ് ഞാനും എൻ്റെ കസിനും കൂടി പഠിക്കുകയാണ്. എക്സാമിനത്തെ ക്വസ്റ്റ്യൻസ് കുറേ ഇതിലിങ്ങനെ പോസ്റ്റിലിങ്ങനെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കൊക്കെ കൊടുത്ത് നിസ്കരിച്ചു. അപ്പോൾ ഈ നെക്സ്റ്റ് പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. കസിനും പിന്നെ എൻ്റെ വേറൊരു ബ്രോയും കൂടി ടെറസിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട് ഇരുന്നിട്ട് വെറുതെ ചെറിയ വർത്തമാനങ്ങളൊക്കെ പറയാൻ വിചാരിച്ചു. ഞങ്ങൾ വിചാരിച്ചു ഒഴിവ് സമയമായതുകൊണ്ട് നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാമെന്ന്. അപ്പോൾ സമയം 3 മണി ആയിക്കൊണ്ടിരിക്കുന്നു. 3 മണി 2:40 ഗൈസ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കളിക്കട്ടെ ഗൈസ്. സമയം ഇപ്പോൾ 4 മണിയായി. അപ്പോൾ അതുവരെ എന്തൊക്കെയാണ് കാട്ടില്ല, തള്ളി നീക്കി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കസിൻസൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനിനി ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അസ്രസ്കരിക്കണം, എന്നിട്ട് കുറച്ച് ഓതണം. അങ്ങനെ ബാക്കി പരിപാടികളൊക്കെ നോക്കണം. 4 മണിയായി. അപ്പോൾ ഇന്നത്തെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം. ഓക്കെ ഗായ്സ്, അങ്ങനെ കാത്തിരിപ്പിന് ശേഷം നോമ്പ് തുറക്കാൻ സമയമായി. സമയം 6:20 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ നോമ്പ് തുറക്കാൻ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോമ്പ് തുറക്കാൻ ഇനി മിനിറ്റുകൾ മാത്രം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യലെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ സാധനം കാരക്ക, പിന്നെ നമ്മുടെ തണ്ണിമത്തൻ, പിന്നെ പച്ചവെള്ളം,
വത്തക്ക ജ്യൂസ്, മുന്തിരി, പൈനാപ്പിൾ, പിന്നെ നാരങ്ങ വെള്ളം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നോമ്പ് തുറ ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗായ്സ് നോമ്പ് തുറന്നു കേട്ടോ. ഗായ്സ് നോമ്പൊക്കെ തുറന്നു. അപ്പോൾ നിസ്കരിച്ചു, അതിൽ കഴിഞ്ഞു. അപ്പോൾ അവിടെ സൊറ പറഞ്ഞ് എല്ലാവരും ഹാളിൽ കൂടിയിട്ടുണ്ട്. ഇവിടെ റിഫവിനെ പഠിപ്പിക്കാണ്ട് അവൾക്ക് നാളെ എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് നോമ്പ് തുറക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഗായ്സ് നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെ സർലാസ്, അച്ചാർ, നാരങ്ങ അച്ചാർ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. ഓക്കെ ഗായ്സ്, അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിച്ചു. നോമ്പൊക്കെ തുറന്ന് ആകെ ക്ഷീണിച്ചു. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഉറങ്ങാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ബൈ ബൈ, സീ യു.